ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് നീണ്ടകര പരിമണത്ത് നടപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യത്തോട് അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിലും നൂറ്റാണ്ടുകളായി ആരാധന നടത്തുന്ന ക്ഷേത്രങ്ങളിൽ എത്താനും കഴിയാത്ത സാഹചര്യത്തിൽ ആചാര സംരക്ഷണ പൊങ്കൽ നടത്തി. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പൊങ്കൽ സംഘടിപ്പിച്ചത്. പരിമണം മുതൽ ആറാട്ട് കടവ് വരെയായിരുന്നു പ്രതിഷേധ പൊങ്കൽ. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ആചാര സംരക്ഷണ പൊങ്കൽ നടത്തിയത്. ദേശീയപാത 66 നീണ്ടകരയുടെ മധ്യഭാഗമായ പരിമണത്ത് നടപ്പാത അനുവദിക്കണമെന്ന് ദീർഘകാലമായി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ആവശ്യത്തോട് അനുകൂല നടപടികൾ ഉണ്ടാകുന്നില്ല. സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയും നൂറ്റാണ്ടുകളായി ആരാധന നടത്തുന്ന ക്ഷേത്രങ്ങളിൽ എത്താൻ കഴിയാത്ത സാഹചര്യത്തിലുമാണ് പരിമണത്ത് ആചാര സംരക്ഷണ പൊങ്കൽ സംഘടിപ്പിച്ചത്. പരിമണം ക്ഷേത്രം മുതൽ ആറാട്ടുകടവ് വരെയുള്ള ഭാഗത്തായിരുന്നു ആചാര സംരക്ഷണ പൊങ്കാല സംഘടിപ്പിച്ചത്. പ്രതിഷേധ പൊങ്കാലയിൽ സംയുക്ത സമരസമിതി ചെയർമാൻ ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. അതുപോലെ ഈ ഉണ്ടാക്കിയിരിക്കുന്ന പല അടിപ്പാതകളും ബസ് കയറി ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴേക്ക് വളരെ അപകടകരമായ രീതിയിലേക്ക് മാറാൻ പോവുകയാണ്. ഇത്രയും മോശമായ രീതിയിലൊരു പരിപാടി ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ഇവർ ജനങ്ങളുടെ ആവശ്യം, ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എത്രയും വേഗം ഈ പണി തീർത്ത് ഈ റോഡിലേക്ക് പോകണം, റോഡ് പൂർത്തിയാക്കണമെന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? നമ്മുടെ കിലോമീറ്ററുകൾക്കാകെയുള്ള അടിപ്പാതകളിൽ കൂടെയാണ് നമ്മുടെ നടന്നു പോകുന്ന ആളുകളും ബസ്സുകളും കാറുകളും എല്ലാം കയറിപ്പാഞ്ഞ് അപ്പുറവും ഇപ്പുറവും പോകേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇതിന്റെ സർവീസ് റോഡുകൾ വളരെ വീതി കുറവായതുകൊണ്ട് ഈ അടിപ്പാതയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ വളരെയേറെ കൂട്ടുമുട്ടുകൾ ഉണ്ടാക്കി അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ അടിപ്പാതയിൽ കൂടെ കടന്നു പോകുന്ന സ്കൂൾ കുട്ടികൾ, പൊതുജനങ്ങള് ഇവർക്കെല്ലാം തന്നെ ഇങ്ങനെയുള്ള വളരെയേറെ ദുഷ്കരമായ പ്രവർത്തനങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കൺവീനർ ജി രാജീവൻ പിള്ള സ്വാഗതം പറഞ്ഞു. കെ ലതീശൻ, സജീവ്, ജി സേതുനാഥൻ പിള്ള, എസ് മന്മഥൻ, ബാബു, ജ്യോതികുമാർ, ഗോപാലകൃഷ്ണപിള്ള, സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വേട്ടതറയിൽ ഒരു സമരം നടന്നു. 3 പഞ്ചായത്തുകൾ കിഴക്കോട്ട് പോകേണ്ട ഒരു പ്രദേശം എന്നുള്ള നിലയിൽ സെന്റ് ആക്ടസിന് മുന്നിൽ വരാത്തതുകൊണ്ട് അവിടെ അതിശക്തമായ ഒരു സമരം നടക്കുകയുണ്ട്. അതിനേക്കാൾ മുമ്പെയാണ് നമ്മൾ പരിമണത്തെ സമരം ആരംഭിച്ചത്. ആ സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അടക്കം കണ്ടു. നമ്മുടെ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ്. അതിന്റെ ആറാട്ട് കടലിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ നാഷണൽ ഹൈവേ അതോറിറ്റിയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളെല്ലാം തന്നെ പരിമണം ക്ഷേത്രത്തിലേക്ക് ആറാട്ട് പോകാൻ ആവശ്യമായ സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി പടിഞ്ഞാറ് സൈഡ് കോൺക്രീറ്റ് ചെയ്തപ്പോൾ നമ്മൾ തടയുകയുണ്ടായി. എങ്കിൽ നമുക്ക് ഈ അടിപ്പാത അല്ലെങ്കിൽ ഒരു നടപ്പാതയെങ്കിലും നമുക്ക് ആറാട്ടിന് പോകുവാൻ അനുവദിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഇപ്പോൾ അടിപ്പാതകൾ ഇപ്പോൾ അനുവദിക്കേണ്ട, ഈ പണി പൂർത്തിയായതിനു ശേഷം മതി എന്നുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ.